അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പമ്പ് ഹൗസ് കിട്ടണം. അപ്പോൾ അതിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പമ്പ് ഹൗസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ വിഷ്വൽസ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദ ഫാം സിറ്റിക്ക്. കല്ലെടുക്കാൻ പോവാണ്. അപ്പോൾ പമ്പ് ഹൗസിന് ആദ്യത്തെ പരിപാടി നമ്മൾ തറയ്ക്കുള്ള സെറ്റപ്പ് കല്ലൊക്കെ ഇട്ട് ചെയ്തതാണ്. അപ്പോൾ പമ്പ് ഹൗസ് കെട്ടുന്നത് തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം KCBയിൽ നമ്മൾ എൻക്വയറി ചെയ്തപ്പോൾ ഒരു പമ്പ് ഹൗസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, മീറ്ററും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് മഴ കാര്യങ്ങളൊന്നും കൊള്ളാണ്ട് സേഫായിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തറ കെട്ടുന്നത്. അപ്പോൾ തറ കെട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോളോ ബ്രിക്സ് ആണ്. മറ്റേ വില കുറഞ്ഞ തരം ഹോളോ ബ്രിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തറയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കെട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി തുടങ്ങാം. നല്ല എഫേർട്ടാണ് കേട്ടോ. അപ്പൊ ഇതിനെയാണ് മാത്യു എന്ത് പറഞ്ഞത്? ടെക്നോളജിക്കൽ മോഡേൺ ടെക്നോളജി ഇൻവോൾവ് ഫാമിംഗ്. പമ്പ് ഹൗസ് വർക്ക് ഈസ് പ്രോഗ്രസിങ്. പമ്പ് ഹൗസിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കട്ട കെട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ പമ്പ് ഹൗസിൻ്റെ വർക്ക് മൊത്തം തീർന്നു. അയ്യോ 3 ദിവസം വർക്കായിരുന്നു. ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ അപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ വന്നാൽ നമ്മുടെ ഫാമിലേക്ക് ഇലക്ട്രിസിറ്റി വരും.